രണ്ട് മക്കൾ, മാതങ്കിയും മൈത്രേയും. എൻ്റെ അമ്മ ചേട്ടാ എന്ത് ഭയങ്കര ഇത്രയും പേരുകളൊക്കെ ഒത്തിരി ആലോചിച്ചിട്ടാണോ? മാതങ്കി, മൈത്രേയി എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചിട്ടാണ് ഇട്ടത്. എനിക്ക് ഇഷ്ടമുള്ള പേരുകളാണ്. ആ പേരുകൾക്ക് പിറകിൽ കഥകളുണ്ട്. അവര് വലുതായിട്ട് ആലോചിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ ആ കഥകൾക്ക് അവർക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അവർ രണ്ടുപേരും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? മൈത്രേയി 6th മാതങ്കി ഇപ്പോൾ ആയിട്ടില്ല, പ്രായം ആവുന്നേ ഉള്ളൂ, 5 വയസ്സ് ആവുന്നേ ഉള്ളൂ, 5 വയസ്സ് കഴിഞ്ഞത്. ഇത്രയുള്ള 2 പിള്ളേരുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്രഷൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റി വെച്ചേക്കും. മറ്റേ കരളേന്ന് കൈ പിടിച്ചാൽ പാട്ടൊക്കെ കണ്ടിട്ട് ഇനി ആരെങ്കിലും അങ്ങനെയൊക്കെ അല്ലോ, അങ്ങനെ മക്കളുണ്ട്, പ്രായമുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ക്രഷൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് വേണ്ടല്ലേ. ഓൾവേസ് എക്സ്പീരിയൻസ് ഹാൻഡിലല്ലേ നമ്മൾ സേഫ് ആവുക. അടുത്ത തമ്പായി. ഓക്കെ, ഒരു ലാസ്റ്റ് ഡിയർ ഫ്രണ്ടിന്റെ പ്രൊമോഷൻസ് ഇന്ന് നടക്കുമായിരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരത്തെ ഭാര്യ പറഞ്ഞ ഒരു വാർണിംഗ് എന്താണ്? വീട്ടില് ഭാര്യ ഇപ്പൊ ഇല്ല, ഭാര്യ നാട്ടിലാ. ഓ, അതുകൊണ്ട് ഇത് ഞാൻ വിചാരിച്ചായിരുന്നു ഈ ചളു മറുപടി ആയിരിക്കും വരുന്നത്. ഇന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു, ആ മുറി മുകളിലത്തെ മുറിയിലായിരുന്നു. അല്ല, നീ ഇല്ലാത്ത കാര്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കി പറയോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വേണ്ട, അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഫോൺ വിളിച്ചല്ലോ. ഇന്നത്തെ ദിവസം ഭാര്യ ഫോൺ വിളിച്ചിട്ടേ ഇല്ലേ? ഇന്നത്തെ ദിവസം ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇന്ന് ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സമയം ഇത്രയായി, ഇനി വിളിച്ചിട്ട് വിഷ് ചെയ്യണം. ആണല്ലേ? അതെ, സന്തോഷം. ചേട്ടന്റെ ഭാര്യക്ക് ഞങ്ങളുടെ വക എല്ലാവിധ ബർത്ത്ഡേ വിഷസും. അല്ല, പക്ഷെ ഞാൻ രാത്രി ഇന്നലെ 12 മണിയായപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഉറക്കായതുകൊണ്ട് എന്നെ രാവിലെ എനിക്കൊരു സ്മൈലിയൊക്കെ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇന്ന്. എങ്കിൽ ഇനി പറയാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഡയലോഗ് എന്തായിരിക്കും വിളിക്കായിരുന്നെങ്കിൽ? അല്ല, ഒരുപക്ഷെ വീണയുടെ ഇതിനു മുമ്പത്തെ ഇന്റർവ്യൂ കണ്ടിരുന്നെങ്കിൽ അത് മാത്രം ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഇത്രയും ഈ 8 ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്റർവ്യൂവിൽ എത്തിയപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസും, ഞാൻ ഡിയർ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാനും എന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ വിട്ടോ. ഇല്ല, അതൊക്കെ ഓക്കെ. പക്ഷെ അവരുടെ ഒക്കെ ഇതുവരെ കേൾക്കാത്ത കഥയൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാല്. അപ്പൊ ചേട്ടൻ ജീവിതത്തിൽ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന എക്സസൈസ് എന്താണ്? പുഷപ്സ് ചെയ്യും. പുഷപ്പ് ഒരു ദിവസം എത്ര പുഷപ്പ് എടുക്കും? നോർമലി ഒരു 70 to 80. അതാണോ ഇങ്ങനെ എവർഗ്രീൻ ആയിരിക്കുന്നതിന്റെ രഹസ്യം? അല്ല, ഇത് പക്ഷെ സ്ഥിരമല്ല. എനിക്കെന്താ പറയുക, ഞാൻ 70-80 നോർമലി ചെയ്യാറുണ്ട്. അല്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫിസിക്കൽ പ്രാക്ടീസുകൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ നാൾ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ യോഗ എനിക്ക് നോർമലി ചെയ്യാൻ ഒരു 1 hour ഒക്കെ സമയം വേണം. അപ്പോൾ അത് അത്ര സമയം ഇപ്പം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോൾ ഞാനൊരു 30-40 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാവുന്ന പരിപാടികൾ ചെയ്യും. അതാണോ 80 പുഷപ്പ്? 80 ചെയ്യുന്നതാണ്. അല്ല, അത് പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ ഈ കുറെ കാലം ചെയ്യുന്നതുകൊണ്ട്. പിന്നെ സൂര്യ നമസ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി നമ്മൾ മാറ്റും. ആണ് അല്ലേ?